കേരളത്തിന്റെ റെയിൽവേ വികസനം വെറും പാളത്തിലല്ല, ഇനി രാഷ്ട്രീയ പോർക്കളത്തിലാണ്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP തൊടുത്തുവിട്ട ചോദ്യങ്ങൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നു. ബ്രിട്ടാസിന്റെ വാക്ചാതുര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ മുനയൊടിച്ച മന്ത്രിയുടെ മാസ് ഡയലോഗ് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. സിൽവർ ലൈൻ നമ്മുടെ സർക്കാരിന്റെ സ്വപ്നമായി അവശേഷിക്കുകയാണ്. ശബരിമല റെയിൽവേ യാഥാർത്ഥ്യമാകണമെങ്കിൽ കേരളത്തിൽ BJP വരണം, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമായ ഈ ശ്രീധരനെ ചൊല്ലി സഭയിൽ നടന്ന വാക്പോരിന്റെ ഉള്ളുകളികൾ നമുക്ക് പരിശോധിക്കാം. ജോൺ ബ്രിട്ടാസ് MP തന്റെ പതിവ് ശൈലിയിൽ സിൽവർ ലൈനിനെ കുറിച്ചും ഈ ശ്രീധരനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒട്ടും വിട്ടുകൊടുത്തില്ല. ബ്രിട്ടാസ് നല്ല വാക്ചാതുര്യമുള്ള ആളാണ്, പക്ഷെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിൽ അദ്ദേഹം മിടുക്കനാണ് എന്ന മന്ത്രിയുടെ പരിഹാസം സഭയെ ചിരിപ്പിച്ചു. സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രായോഗികതയെയും പാരിസ്ഥിതിക ആഘാതത്തെയും കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്ന സൂചനയാണ് മന്ത്രി നൽകിയത്. കേരളം കാലങ്ങളായി കാത്തിരിക്കുന്ന ശബരിമല റെയിൽ പദ്ധതിയെക്കുറിച്ചായിരുന്നു മന്ത്രിയുടെ ഏറ്റവും ശക്തമായ പ്രസ്താവന. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ ശബരിമല റെയിൽവേ പൂർത്തിയാകുമെന്ന മന്ത്രിയുടെ വാക്കുകൾക്ക് ഒരു വെറും പ്രസ്താവനയല്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള BJPയുടെ രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. നിലവിലെ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിൽ കാണിക്കുന്ന മെല്ലെപ്പോക്ക് പദ്ധതിയെ വല്ലാതെ ബാധിക്കുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പോലും തുടങ്ങിയത് കേന്ദ്രത്തിന്റെ നിരന്തര സമ്മർദ്ദം കൊണ്ടാണെന്ന സത്യം അദ്ദേഹം സഭയെ ഓർമ്മിപ്പിച്ചു. മലപ്പുറത്തെ ഈ ശ്രീധരൻ ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്ടിനായി ഓഫീസ് തുറന്നത് കേന്ദ്രത്തിന്റെ അനുമതിയോടെയാണോ എന്ന ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് ഇന്ത്യ ആദരിക്കുന്ന ആ പ്രതിഭയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മന്ത്രി മറുപടി നൽകിയത്. രാജ്യത്ത് പുതുതായി പ്രഖ്യാപിച്ച 7 ഹൈസ്പീഡ് റെയിൽവേ പദ്ധതികളിൽ ശ്രീധരന്റെ ഉപദേശം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓഫീസ് തുറന്നതിന് കേന്ദ്രം സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കിയതോടെ സഭയിലെ വാദപ്രതിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തി. കേരയിൽ എന്ന സ്വപ്ന പദ്ധതിയുടെ DPR തള്ളാതെ തന്നെ അത് പ്രായോഗികമല്ലെന്ന് ആവർത്തിക്കുന്ന കേന്ദ്ര നിലപാട് കേരളത്തിന് വലിയ തിരിച്ചടിയാണ്. സർക്കാർ ആദ്യം സ്ഥലമെടുപ്പ് തുടങ്ങട്ടെ എന്ന മന്ത്രിയുടെ വെല്ലുവിളി പദ്ധതിയുടെ പരിസ്ഥിതി ആഘാതവും സാമ്പത്തികവുമായ സുരക്ഷയിൽ കേന്ദ്രത്തിനുള്ള ആശങ്കയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മറുവശത്ത് ഇന്ത്യ ഒട്ടാകെ വന്ദേ ഭാരത് ട്രെയിനുകളിലൂടെയും അതിവേഗ റെയിൽവേ ശൃംഖലകളിലൂടെയും വിപ്ലവം സൃഷ്ടിക്കുന്ന കേന്ദ്രം കേരളത്തിന് മുന്നിൽ വെക്കുന്നത് മറ്റൊരു വികസന മാതൃകയാണ്. അശ്വിനി വൈഷ്ണവിന്റെ വാക്കുകൾ ഒരേ സമയം കേരളത്തിനൊരു മുന്നറിയിപ്പും വാഗ്ദാനവുമാണ്. വികസനത്തിന്റെ പാതയിൽ രാഷ്ട്രീയം തടസ്സമാകുന്നുണ്ടോ അതോ പദ്ധതികളുടെ പ്രായോഗികതയാണോ പ്രശ്നം? ശബരിമല റെയിൽ പൂർത്തിയാകണമെങ്കിൽ രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണെന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാടിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. എന്തായാലും ജോൺ ബ്രിട്ടാസ് ഇതോടെയൊന്നും നിർത്താനുള്ള ഉദ്ദേശമില്ല. അദ്ദേഹം ഇനിയും ചോദിച്ചു വാങ്ങുമെന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലേ?